മണ്ടു 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 അതെ, നല്ല ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായനും എടുത്തു. ഭയങ്കര തലവേദന മാറാനേ കട്ടൻ ചായ കുടിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം നിങ്ങൾ ഈ കുടി നിർത്തും. നീ ഒരു കട്ടൻ ചായ കൂടെ എടുക്കുവോ? ഒരു കാര്യം ചെയ്, ഇവിടെയൊക്കെ അടിച്ചു വാരി. അപ്പൊ പിന്നെ ഞാൻ അവിടെ കട്ടൻ ചായ ഇട്ടോണ്ട് നിന്നാ മതിയല്ലോ. ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആരടി കുടിക്കാത്തത്? ഒക്കെ കുടിക്കും. ആ കാലം കൊണ്ട് മാറ്റി അങ്ങോട്ട് ഇവിടെ ഒന്നും കൽപ്പിച്ചാണല്ലോ. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് നീ അടിച്ചു വരാൻ നിൽക്കണതിനാണ്. വേറെ എല്ലാം കഴിഞ്ഞോ? അല്ല, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രം അങ്ങോട്ട് ഒഴിച്ചിടാം. എല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് വേണം ഇവിടെ. ബാക്കിയുള്ള പണിയെടുക്കണമെന്ന് ഇവിടെ ആർക്കും കാണണ്ട. ആ കാലം അങ്ങോട്ട് മാറ്റി. കഷ്ടപ്പാടാണ് ദൈവമേ ഇത്. ഇന്ന് പഠിക്കൊന്നും പോണില്ലായിരിക്കും. ഇന്ന് പഠിക്കൊന്നും പോണില്ല. എല്ലാരും കോഴിക്കോട് ഉണ്ടാക്കാനാ പറയുന്നത്. ആ, നിങ്ങൾക്ക് അതല്ലേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. അല്ലാതെ മാളിക പണിയുടെ പെരുന്തച്ചനൊന്നും അല്ലല്ലോ. അങ്ങനെ പണി പഠിക്കാൻ പോയപ്പോഴത്തേക്കും കുടിച്ചോണ്ട് നടന്നു. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇതൊക്കെ എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ ദൈവം. നിന്റെ വായിലുനാവ് കുറച്ച് കൂടുതലുണ്ട് കേട്ടാ. വായില് നാവിനാള് കുഴപ്പം. അങ്ങോട്ട് മാറിക്കാൻ അങ്ങോട്ട്. ഇത് എന്തൊന്നും കാണിച്ചിട്ടേക്കണേ. ഇന്നലെ ഇവിടെ എന്തൊക്കെയാ കാണിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എടീ, ചില കുടുംബങ്ങളിൽ ഭാര്യമാര് കിടന്നിട്ട് ഇങ്ങനെ നട്ടം തിരിയാനില്ല ഭർത്താക്കന്മാര് കാരണം. നിനക്ക് ആ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കുടുംബങ്ങളില്ലേ, അതിൽ ഒന്നാമത് നിൽക്കുന്ന കുടുംബമാണ് ഇത്. സുപ്രീം കോടതി വിധി എതിരായതോടെ പാതയോരത്തുള്ള 164 മദ്യവിൽപ്പനശാലകൾ നാളെ മുതൽ അടഞ്ഞുകിടക്കും. 44 മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. അടച്ചിടുന്നവ ഫലം കിട്ടുന്ന മുറയ്ക്ക് മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം. ആരടി പറഞ്ഞ് പൂട്ടിന്ന്? ഒന്നും പൂട്ടിയിട്ടില്ല. ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റും, അത്രേ ഉള്ളൂ. ആ, നമ്മുടെ ആ ഹൈവേയുടെ ഭാഗത്തൊരു ബിവറേജ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരാൻ പോവാ. നമ്മുടെ വീടിന്റെ അടുത്തേക്ക്. അയ്യോ, അതിലെന്തിനാണ് ഇതിന്റെ സമ്മതം? ഇത് സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ വിചാരിച്ച സ്ഥലത്ത് സ്ഥാപിക്കും. ഒരൊറ്റ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ നോക്കിക്കോ. ഒരൊറ്റ പെണ്ണുങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ സ്ഥാപനം ഇവിടെ വരും. എന്നാലും നിങ്ങൾ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. എടി, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഇപ്പൊ നിന്നോട് നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വെക്കൂ. നിന്നോട് ഈ ടിവിയിൽ കാണുന്ന സീരിയല് നീ കരഞ്ഞോണ്ടിരിക്കുന്നില്ലേ, കണ്ണീര് ഇങ്ങനെ വാർക്കാറില്ലേ, അത് നിർത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിർത്തുവോ? അതിന് നിങ്ങൾ ഇതുവരെ നിർത്തുമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ നിർത്തുവോ? ഇന്ന് മുതല് ഞാൻ സീരിയല് കാണില്ല. ഉറപ്പ്? ആ, ഉറപ്പ്. അപ്പൊ ഒരു നല്ല തീരുമാനം. അപ്പൊ ഇന്ന് മുതൽ സീരിയല് വേണ്ട. ഇല്ല. ഒരു കുടുംബത്തിൽ 2 ദുശീലം പാടില്ല. 1 മതി, കുടി മതി. നിങ്ങൾ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇത്ര നേരം പോത്തിന്റെ ചെവിയിലാണ് ഞാൻ വേദം ഓതിയത്. ഞാൻ കുടിച്ചോണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായത്? ഞാൻ ഈ കുടുംബം നോക്കുന്നില്ലേ? അത് മാത്രം മതിയോ? മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? ആദ്യം ഭർത്താവിനനുസരിക്കുന്ന ഒരു ഭാര്യയാവാൻ പഠിക്കണി. ഭർത്താവ് ഒരു ഇത്തിരി കുടിക്കുമെങ്കിൽ ശരി, ഏട്ടൻ കുടിച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ വിചാരിച്ചെന്താ കുഴപ്പം? അങ്ങനെ വിചാരിച്ച ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു എന്റെ സങ്കല്പത്തിന്. അതുണ്ടായില്ല, അത് പോയി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവൂല. അതൊന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ നന്നാവൂ? എന്നാ ഞാനും പറയണേ, എന്റെ ജീവൻ കളയണ വരെ ഞാൻ സമരം ചെയ്യും ആ ബിവറേജ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി. നീ സമരം ചെയ്യണ? ആ ബിവറേജ് ഇവിടെ വരുമോ വരില്ല ഞാനും നോക്കട്ടെ. ഞങ്ങൾ കുടിയന്മാരെല്ലാരും കൂടി ഒരുമിച്ച് ഒന്ന് സമരം ചെയ്യും. അത് ഇവിടെ വരുമോ വരില്ല ഞാൻ കാണിച്ചു തരാം. വരാൻ പോണില്ല. ഓ, എനിക്ക് തലവേദന വരുത്തിട്ട് പോയി. ആ, നന്നാവാത്ത എന്നെ പിന്നെ എനിക്ക് നന്നാക്കാൻ നിൽക്കേണ്ട കാര്യം. അടുത്തെനിക്ക് ജീവിതം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണ തന്നെ നല്ലത്. നശിച്ച ഒരു വീടും. നീ ഒറ്റ വ്യക്തി ഇത്ര വൈപ്പിച്ചിനി ഇത് ഇത്ര വൈകില്ലേ? ഇനി അവിടെ പാർട്ടി തുടങ്ങാനായിട്ട് സാധനം കൊണ്ട് കൊടുക്കണ്ടേ? എന്തെന്ന് പറയുന്നത് നോക്കി കാര്യമില്ല. കാരണം ഇത് വൈകുന്നേരം സമയം കൃത്യം കൊടുത്തിട്ടെങ്കിൽ പിന്നെ പൈസ കിട്ടൂല. പൈസ കൊണ്ടിട്ട് പയ്യന്നെ നടക്കണം. പൈസ ഇല്ലാണ്ട്. ഹലോ 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 നമ്മളല്ല, നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. എവിടെ പോണത്? കല്യാണത്തിന്. ഒരാൾ വീട്ടിലേക്ക്, ഒരാൾ കല്യാണത്തിനാവും. വീട് എവിടെ? എവിടെ
രണ്ടാൾക്ക് 2 വീടുണ്ടോ? ഇവിടെ തന്നെ. ഭാര്യ ഭർത്താവാണോ നിങ്ങള്? ആണോ? അതെ. പിന്നെ ഈ വീട് ഇത്ര സംശയം എന്താ? ആ വഴിയും പോവാം ഈ വഴിയും പോവാം. ഇതെന്താ ഈ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുള്ള എന്താ? വെള്ളം. പെട്രോളും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? വെള്ളം. വെറുതെ വേഷം കെട്ട് കളിക്കാതെ മര്യാദക്ക് സാറേ ഞങ്ങൾക്ക് വീട്ടിലവിടെ വെള്ളമില്ല, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ ഇവിടെ. അതെ സാറേ. സാധനം നോക്കിയാ പരിചയ എന്താ സാധനം? നീ കല്യാണത്തിന് ഇങ്ങോട്ട് വാ. നീ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ സാറേ അത് മറ്റേ പൈരമൂത്രം അത് എടുത്തോണ്ടത്. ചെപ്പങ്ങട് തിരിഞ്ഞു പോട്ടാ സാറേ. ഇത് മറ്റവനാണ് കൊട്ടോടി. എവിടെ കൊണ്ടുപോകണം നിങ്ങള്? ഈ കല്യാണ വീട്ടിൽ ഈ വക സാധനങ്ങൾ സപ്ലൈ അല്ലേ നിന്റെ പണി? അയ്യോ ഇല്ല അല്ലേ? ഒന്നുമില്ല സാറേ. ആരാലെന്താ നോക്ക് പരിചയം ഇല്ല സാറേ. സാറേ അത് നോക്ക്. സാറേ ആണല്ലോ അല്ലെ? മറ്റേതാണ് കഞ്ചാവാണ്. പട്ടിയ ഈ വക സാധനങ്ങൾ സപ്ലൈ ഇല്ല സാറേ. നീ ഭാര്യ തന്നെ പണി? ആണോ? ഇതാണ് പണി നിന്റെയൊക്കെ? കയറി വണ്ടി കയറി വണ്ടിക്കാര്. ഉലകേ മായം വാഴ്വേ മായം നിലയേതു നാം കാണു സുഖമേ മായം. എന്താ കാരണം ഇങ്ങനെ വിട്ടാ പോരാ തിന്ന് എടുക്കണം, ചീട്ടുണ്ടാവില്ല അതില്. ഞാൻ എടുത്തില്ല. വിട്ടോളൂ. സത്യ ഈ മുറുക്കൊന്നും പറ്റില്ല. നീ കുറച്ച് മീൻചാറെടുത്താ. മീൻചാറെടുക്കാൻ ഞാൻ എങ്ങനെ ഓട് വിളിച്ചിട്ടാണ് അത്? നിന്നോട് ഞാൻ വന്നപ്പോഴെന്താ പറഞ്ഞത്? മണ്ട് പുറത്ത് പോയതാണ്, അവള് വാതിൽ കൂട്ടിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞില്ലേ? അനക്കെന്ത് പണിയില്ലെന്ന് അറിയില്ലേ, പിന്നെ അവളിത് പൂട്ടിപ്പോണ്ട ആവശ്യം എന്താ? എടാ അവള് ബിവറേജ് വരുന്നതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി നാട്ടില് പെണ്ണുങ്ങളെ കൂട്ടാൻ പോയതാണ്. ഇനിയിപ്പോ പെണ്ണുങ്ങള് സമരം ചെയ്ത് കഴിഞ്ഞാണല്ലോ ബിവറേജ് ഒക്കെ അങ്ങോട്ട് ഒലിച്ചു പോവും. നീ എന്ത് കൂളായിട്ട് പറഞ്ഞ? അനക്ക് അവളോട് പോണ്ടാറിഞ്ഞൂടെ? നടക്കില്ല. അതിന് പ്രതിഷേധം എന്നുള്ള നിലക്കാണ് നിന്നോട് ഞാൻ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞത്. ഈ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞ കിട്ടുവോ? എന്താട്ടത്? 9:30 മണിയല്ലേ വിവറേജ് തുറക്കാൻ? പണ്ടാണെങ്കിൽ 9:30 മണിക്ക് പോയാൽ കുളപ്പുള്ളി വിവറേജ് കിട്ടിയിരുന്നു. അപ്പൊ അത് പൂട്ടിയില്ലേ? ഇന്ന് കുളപ്പുള്ളി എന്ന് നോക്ക്, അവിടെ ഹർത്താല് പോലെ. കൊപ്പത്ത് ബിവറേജും പൂട്ടിടാ. കൊപ്പത്തെ ബിവറേജ് പൂട്ടിയോട് കൂടി എത്ര ആൾക്കാരാ പട്ടിണിയായത്? എന്നോട് വാക്ക് പറഞ്ഞില്ലെങ്കിലും ഞാൻ നേരെ ചെറുപ്പുളശ്ശേരിക്കാ വിട്ടു. ക്യൂ കണ്ടു കഴിഞ്ഞാണല്ലോ രാത്രി 9 മണിയല്ല, അവിടുന്ന് വരാൻ പറ്റില്ല. എത്ര ക്യൂ? പിന്നെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് വെച്ചടിച്ചു പത്തിരിപ്പാലക്ക്. പത്തിരി ഇറച്ചി മതി, കോഴി ഇറച്ചി. പത്തിരിയല്ല, പത്തിരിപ്പാല. പത്തിരിപ്പാലകാര്. പത്തിരിപ്പലകല്ല, പത്തിരിപ്പാല ബിവറേജ്. അവിടെ ചെന്നപ്പോ ഇതിലും പരാതിരക്ക്. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ. അവിടെ ഒരു 5-8 പേരെ വാങ്ങി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരാൾക്കൊരു 100-150 കൊടുത്താൽ നമുക്ക് അപ്പൊ വാങ്ങിത്തരും. സത്യത്തിൽ സർക്കാർ ചെയ്യണുണ്ടല്ലോ, ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനെ പണിയില്ലാത്ത ആൾക്കാരാക്കി മാറ്റുക. ചാവാറങ്ങിയിരിക്കാ പട എങ്ങോട്ടാ? അതെ, സർക്കാർ ചെയ്തത് എന്തറിയോ? ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനെ ഒരു പണിക്കും വിടാതെ നിഷ്ക്രിയരാക്കി. നമ്മൾ എന്നൊരു 2 എണ്ണം അടിച്ച് കടന്നുറങ്ങുന്ന കുടിയന്മാർക്ക് രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 6 മണി കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു സാധനം കിട്ടും. അധിക പൈസയും കൊടുക്കണം. ഇങ്ങനെ സാധാരണ ജനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സർക്കാരിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതമൊരു ഗാനം, അതിമോഹനം മധുപാനം. സുന്ദരാഗിമാരെ നിങ്ങൾക്ക് സുമേഷ് ചേട്ടനെ കുറച്ച് ഓവറായി, ഒരാളുടെ ആവശ്യമുണ്ട്. ബാബാ വന്നിരിക്കും. വന്ന് ഇപ്പം പെരയും ബാറാക്കിയോ? അതിനെവിടെ ബാറും ബീവറേജ് ഒക്കെ സർക്കാർ മൂട്ടിയില്ലേ? സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കാം. മനുഷ്യ ഭ്രാന്ത. നിങ്ങളാണ് ഇവരെ മുയിമ്പം പടക്കാക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പെരയിലെ ഗ്രഹനാഥന്മാരെ, നിങ്ങൾക്ക് പെര നോക്കണ്ടോ? എടാ ഇത് എന്റെ വീട്, എന്റെ പൈസ, എന്റെ മദ്യം, എന്റെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്നോ? സത്യം ഞാൻ എന്റെ അയൽവാസിയല്ലേ മൊയ്തു.
നീ എന്തിന് ഇവിടെ വന്നു? ഞാന് മണ്ടു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നോട്. ആര്? മണ്ടു എന്റെ പെണ്ണുങ്ങള് എന്തിന്? ഒക്കെ എന്നോട് എന്തോന്ന് പറയാണ്ടെന്ന് പറഞ്ഞു. സത്യ ആണുങ്ങളില്ലേ നമ്മൾ സാധാരണ സംസാരിക്കാറ്. ആണുങ്ങളില്ലാത്ത സമയത്ത് ഈ പെണ്ണുങ്ങളുള്ളപ്പോ എന്തിനാ കയറി വന്ന്? നമ്മള് മാന്യനായിട്ട് ജീവിക്കുന്ന ഒരാളാ ഞാൻ. മാന്യനായി ജീവിക്കുന്ന ഒരാളെന്തിനാണ് ഞങ്ങൾ കള്ളു കുടിക്കണടുത്ത് വരേണ്ട ആവശ്യം? അത് ഇതന്നെ ഞാൻ പറഞ്ഞത്. എങ്ങനെ കണ്ടോ ഓന്റെ ബോണ്ടായി നോക്ക്, എങ്ങനെയെങ്കിൽ ഈ സാധനം കുടിക്കണത്. ഇത് കുടിച്ചിട്ട് ഇങ്ങനെ ഇളിച്ചേട്ടൻ എന്തിനെങ്കിലും സാധനം തൊട്ട് നക്കൾ ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾ കുടിക്കണോ? സത്യ ആ വിഷമം എന്താവുന്ന അവനെ അറിയിക്കണം. അവനോട് വിളിച്ച ആരെ വിളിക്കണേ? ഇത് കഴിച്ചോക്ക. ഞമ്മളോ മുണ്ടില്ലാതെ നീ ഇവിടുന്ന് പോണോ? അതോ തുള്ളി കുടിച്ചിട്ട് പോണോ? നമുക്ക് അറിയാൻ സത്യം. അല്ല മണ്ടു തന്നെ കണ്ട മണ്ടു. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കണേ? നിങ്ങൾ ഇവരെ കൂടെ കൂടിയോ? നമ്മള് കഴിച്ചില്ല പോണോ? നമ്മളിവര് കഴിപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങളോട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നീ എന്തിനു ഇവരോട് വരാൻ പറഞ്ഞത്? അതെ, വരാൻ പറഞ്ഞത് ബിവറേജിനെതിരെയുള്ള സമരത്തിന് എന്റെ കൂടെ നിൽക്കണോന്ന് പറയാൻ. അത് പറയാനാ? നിങ്ങൾ എന്ത് വൃത്തിയുടെ ഈ ഉമൃത കാണിച്ചോണ്ടിരിക്കണേ? കള്ളുടിക്കണം. കള്ളുടിക്കണം. ആരാ കള്ളുടിക്കണെന്നൊക്കെ കണ്ടാ എനിക്ക് മനസ്സിലാവും. എണീറ്റേ, എല്ലാരും എണീറ്റേ ഇവിടുന്ന്. അല്ല സത്യശീലെങ്കിലും വരാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നടക്കോ? അല്ല അതല്ല സത്യശീല എണീറ്റ് പോവാൻ ഇവിടുന്ന്. പോവാലോ? വീടിന്റെ ഉമ്മർത്ത് എന്ത് വൃത്തികേടാവാന്നാണ്. എടുത്തോണ്ട് പോയിടുന്ന്. എണീറ്റ് പോവാൻ. അണക്കുള്ളത് തരാട്ടാ. പറഞ്ഞു കേട്ടില്ലേ? അപ്പളും പറഞ്ഞ കുടുംബത്തിരുന്ന് കഴിക്കാൻ. കുടുംബത്തിലൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചോണ്ടാണ്? ഇതോട്ടാ പോയതൊക്കെ ഞാൻ വീട് പൂട്ടിട്ടിട്ട് പോയത്. അല്ല മണ്ടു എന്നോട് എന്തിരിക്കും വരാൻ പറഞ്ഞു? അതെ, ഒപ്പ് ശേഖരണമൊക്കെ കഴിഞ്ഞു. നാളെ എക്സൈസ് കമ്മീഷണറെ കാണണം. മൊയ്തൊക്കെ എന്റെ കൂടെ ഒന്ന് വരണം. നമ്മൾ വരൂ. അല്ല ഇവരുടെ അഹങ്കാരമൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണമല്ലോ. ജോൻ എടുത്ത് എങ്ങനെ അകത്തേക്ക് അടുത്ത് സുവർ അവിടെ കിടക്കട്ടെ. അത് തന്നെ നല്ലത്. പുറത്ത് കിടന്നാ മതി. ഇനി വീടിന്റെ അകത്തേക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വല്ല ബോധം ഉണ്ടോ? ഒരു ബോധവും ഇല്ല. അങ്ങോട്ട് ഇയാളെന്താ മോങ്ങണത്? അതെ മന്മഥൻ സാറേ. സത്യേട്ടൻ എന്താ വിളിച്ച സാറിന്ന്? ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. കഷ്ടകാലത്തിന് എനിക്കൊരു ബാർ ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് എന്നെ സാറിന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത്. അതല്ല ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ മുതലാളി. എന്താണ് സുഖതേട്ടാ, നിങ്ങളെയൊക്കെ ഞാനൊരു അന്യനായിട്ട് കണ്ടിട്ടില്ല. എന്റെ സ്വന്തം ഏട്ടന്മാരെ പോലെ കണ്ടിട്ടില്ല. എന്റെ ബാറിൽ വന്ന് നിങ്ങളിരുന്ന് കഴിക്കുമല്ലോ. ഓ, ഞാനിങ്ങനെ കൺകുളിർക്കെ കണ്ടു നിന്നിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ എന്റെ സ്വന്തം ഏട്ടന്മാരിരുന്ന് കഴിക്കണ പോലെ. എന്തൊരു ഒരുമയാണ്. അല്ല മന്മഥൻ മന്മഥ ഞങ്ങൾക്കിപ്പോ ഈ സാധനവും വാങ്ങി തന്നിട്ട് ഞങ്ങളിത് ഇങ്ങനെ കഴിക്കുക, മന്മഥ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താ കാര്യം? അതെന്താ പറയാത്തത്? അത് പറയടാ. ഏട്ടന്മാർക്ക് അറിയാലോ, കഴിഞ്ഞ 18 വർഷമായി ഞാനിവിടെ മന്മദാസ് എന്ന് പറഞ്ഞ് ഈ ബാറ് തുടങ്ങിയിട്ട്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോ ആണ് ബാറുകളുടെ നിലവാരം പോരാ, നിലവാരം കൂട്ടണമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത്. ആരിറക്കി? സർക്കാർ. അങ്ങനെ ആ ഉത്തരവിന്റെ പ്രകാരം ഞാൻ എന്ത് ചെയ്തു, ഇല്ലാത്ത കാശ് മുടക്കി എന്റെ ബാറ് ഞാൻ ഗംഭീരമായിട്ട് പണിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ ബാറ് പൂട്ടണമെന്ന് പറഞ്ഞ് അടുത്ത ഉത്തരവിറക്കി. ആരിറക്കി? സർക്കാർ. അങ്ങനെ അത് പാടില്ല, ബീർ പാർലറേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ബീർ പാർലർ വലിയ കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടുവരായിരുന്നു. അതെ അതെ. അപ്പോഴേക്കും അടുത്ത ഉത്തരവിറക്കി. ആരിറക്കി? സർക്കാർ. എന്തുത്തരവ്? ഹൈവേയിൽ നിന്ന് 500 മീറ്റർ മാറിയേ ബീർ പാർലർ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഹൈവേയുടെ സൈഡിലുള്ള എന്റെ ഫ്രണ്ട് ഗേറ്റ് ഉണ്ടല്ലോ ബീർ പാർലറിന്റെ, അത് ഞാൻ അങ്ങ് പൂട്ടി. നന്നായി. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു, എന്റെ ബാറിന്റെ പുറകുവശത്തൊരു ഗേറ്റ് ഉണ്ടാക്കി. അപ്പൊ അത് നമ്മുടെ ഹൈവേന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി തിരിഞ്ഞു വരുമ്പോ ഒരു 530 മീറ്റർ ഉണ്ട്. നന്നായി. അപ്പം ബീർ പാർലർ തുറക്കട്ടെ, നമുക്ക് ഒറ്റ കൈക്ക് ബീർ അടിക്കാലോ. അടിക്കാതെ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അരിമേടിച്ച് ജീവിച്ചു പോയാലോ എന്ന് കരുതിയപ്പോ ഒരു കൂട്ടം പെണ്ണുങ്ങൾ എനിക്കെതിരെ സമരം ചെയ്തു തുടങ്ങി. അതേത് പെണ്ണുങ്ങള്? അതെ, എന്റെ ഏട്ടന്മാരുടെ ഭാര്യമാര്. മന്മഥൻ സാർക്ക് തെറ്റിയത് അതല്ല, അവര് ബീർ പാർലർ പൂട്ടാനല്ല സമരം ചെയ്ത്. അവര് സമരം ചെയ്തു തുടങ്ങിയത് ബീവറേജ് പൂട്ടിക്കാനാ. പക്ഷെ ഇപ്പൊ എന്റെ ബീർ പാർലറും കൂടെ പൂട്ടണമെന്ന് പറഞ്ഞിട്ടാ സമരം ചെയ്യണേ. അതെങ്ങനെ സമ്മതിക്കുക? അത് സമ്മതിക്കാൻ പാടില്ല. ബീർ പാർലർ പൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ എന്റെ ഭാര്യ എങ്ങാനും മുന്നിലിറങ്ങിയ
അവളുടെ മുട്ടേറി ഞാൻ തല്ലി കൊടുക്കുക. മണ്ടുന്റെ തലയുടെ മുകളിൽ കഴുത്തുണ്ട്. സത്യമാണല്ലോ സത്യം സത്യം. സുമേഷ് ഏട്ടൻ ഭാര്യ എന്ത് ചെയ്യും? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവളെ കൊന്ന് ഞാൻ ജയിലിലേക്ക് പോയ. നല്ല ഇരിക്കട്ടെ. മന്മല്ലേ, സോറി മന്മത. എന്താ ഏട്ടാ? ഈ ബീവറേജ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തുറന്നുന്നതിന് പൂട്ടിക്കാൻ പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് തുറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതിപ്പോ പൂട്ടിക്കാനായിട്ട് ഏട്ടന്മാരുടെ ഭാര്യമാരെല്ലാം കൂടെ ഒത്തുകൂടി സംഘടന ഉണ്ടാക്കിയില്ലേ? അപ്പൊ അതുപോലെ ഇത് തുറപ്പിക്കാനായിട്ട് ഏട്ടന്മാരെല്ലാം കൂടെ ഒത്തുകൂടി ഒരു സംഘടന ഉണ്ടാക്കണം. എങ്ങനെ? എന്ത് സംഘടന? കള്ളുടിയന്മാരൊക്കെ പാടെ കൂടി സംഘടന ഉണ്ടായി കഴിഞ്ഞാ അതിനാരെങ്കിലും സപ്പോർട്ട് ചെയ്യോടാ വങ്കം മന്മത. വിടുവായെന്നും പറയണോ? അതെ സത്യേട്ടാ, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ആരാ? കുടിയന്മാരാ. അത് സത്യം. നിങ്ങൾ എല്ലാരും കൂടി ഒത്തുകൂടി സംഘടിച്ചാലുണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പിന്നെ ആരാ? മന്ത്രിയാവാം, MLA ആവാം, ഭരണം വരെ നിങ്ങളുടെ കയ്യിലാവൂലേ? MLA സുഗതൻ, MLA സത്യശീലൻ, ഞാൻ നിങ്ങൾ മന്ത്രി. ചേട്ടന്മാരെ വിശ്വസിച്ച് ഈ അനിയൻ അങ്ങോട്ട് പോവുകയാണ്. അതിനെ സന്തോഷമായിട്ട് വയ്ക്കോ. കാര്യങ്ങളൊക്കെ ഉഷാറാക്കുമല്ലോ. കാര്യങ്ങളൊക്കെ വഴിയുടെ കാര്യം ഒരു പ്രശ്നമില്ല. സോറി ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഒരെണ്ണം ഒഴിക്കട്ടെ. ചേട്ടന്മാരൊപ്പം ഇരുന്ന് കഴിക്കാൻ ഈ അനിയൻ ആയിട്ടില്ല. മമ്മതിനെ വിളിച്ചു പോണേ. മൊട്ടത്തലേ നീ കൊറേ കുടിച്ചിട്ടുണ്ട്. ഇതെന്താ ഈ കാണിക്കണേ? എന്തെനിക്ക് അയാൾ ചോദിച്ചൂടെ എനിക്ക് സിഗരറ്റ് പറഞ്ഞ ചുണ്ടും ചെറിയായിട്ട് മാത്രം പോന്നേക്കുക. നേരെ പിടിക്കണത്. പരിജാത, ഈ ഫയല് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറിച്ച് വെച്ചേക്കണം. നമസ്കാരം. എക്സൈസ് കമ്മീഷണറെ കാണാൻ വേണ്ടി. എന്തായിരുന്നു സാറേ, ഞങ്ങളുടെ പഞ്ചായത്തിലൊരു ബീവറേജ് വരുന്നുണ്ട്. അത് അവിടെ വരരുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കൂടി ഒപ്പിട്ടതായത്. ഈ ബീവറേജിന് പുറമേ അവിടെ ഒരു പിന്നെ ബിയർ പാർലറും വൈനും കൂടി ഉള്ള ഒരു പീടിയും കൂടി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി വന്നാലേ അവിടെ ആകെ ഇടങ്ങാറാണ്. ഇപ്പൊ തന്നെ കള്ളുടിയന്മാരെ കൊണ്ട് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ ആർക്കും താല്പര്യമില്ല സാറേ. 1788 ആൾക്കാർ ഒപ്പിട്ടിട്ടുണ്ട്. പഞ്ചായത്തിൽ ഭൂരിഭാഗം ആൾക്കാരൊന്നും വേണ്ടാന്നുള്ള അഭിപ്രായം. ഇതിപ്പോ ആർക്കും ഇത്ര താല്പര്യമുള്ള കാര്യമല്ല ഇത്. പിന്നെ എന്താ പേരെന്താ പറഞ്ഞത്? മൊയ്തു. ഞാൻ അയൽവാസിയാണ്. ആണല്ലേ? എന്താ പേര്? മണ്ടോദരി. ഇതെന്താന്ന് വെച്ചാല് മിസ്റ്റർ മൊയ്തു, ഇതിപ്പോ നമ്മുടെ നാട്ടില് ഈ പെട്ടെന്ന് അങ്ങോട്ട് ഈ മദ്യനിരോധനം അല്ലെങ്കിൽ ലഹരി ഉപയോഗമൊക്കെ തന്നെ ഒറ്റടിക്ക് നിർത്തലാക്കുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അപ്പൊ അത് നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. സാർ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇത് കിട്ടാതായി കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും സാറേ. ഒരു സ്വൈര്യമില്ല വീട്ടിൽ, അതുകൊണ്ടാണ്. അല്ല, ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ 1-2 കുടുംബങ്ങളുടെ കാര്യമല്ല. പിന്നെ നിങ്ങൾ ഇത്രയും പേര് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാല് ഇതിപ്പോ നിലവിലുണ്ടായിരുന്ന പല ബീവറേജ് ഷോപ്പുകളും എടുത്തു മാറ്റിയിട്ട് പോലും ലഹരി ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഈ ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത ഓപ്ഷൻ കണ്ടെത്തും. അപ്പോ ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ് പിന്നെ അടുത്ത വഴി അവർ നോക്കുന്നത്. ഇപ്പോൾ ഉള്ള പല വിശേഷ ദിവസങ്ങളിലും ഇപ്പൊ ഈ കല്യാണങ്ങൾക്കൊക്കെ തന്നെ വീട്ടിൽ തന്നെ വാറ്റിയിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ പഞ്ചായത്തിലുണ്ട്. അല്ലെ? അല്ല അല്ല അത് കൈ തട്ടിയതാ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു കൂട്ടായിട്ടുള്ള അല്ല ഞാനല്ല മൂപ്പരെ കൈ തട്ടിപ്പോയതാ. അങ്ങോട്ട് മാറ്റി വെച്ചു. അതാ നന്നാവുക. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ലഹരി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മദ്യം നിർത്തിയാൽ ഈ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നിർത്തലാക്കിയാല് കപ്പ് സിറപ്പ് വരെ മേടിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അല്ല സാറേ ഞാൻ ചോദിക്കട്ടെ, ഇത് ഞങ്ങളെ പ്രദേശത്ത് നിന്ന് മാറ്റി തന്നൂടെ? ഇത് തന്നെയല്ലേ എല്ലാവരും പറയുന്നത്. ഇത് ഏത് പ്രദേശത്തേക്ക് മാറ്റുന്നു നിങ്ങൾ പറയും? അല്ല സാറേ, ഈ ജനസാന്ദ്രത കുറഞ്ഞതീം ഭാഗത്തേക്ക് മാറ്റിയാൽ അതിൽ കാര്യമില്ല. ഇത് ഈ മദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങളുടെ അവിടെ നിന്ന് മാറ്റി ഇത് 10 അടി അപ്പുറത്ത് പോയിട്ട് ഇത് കഴിക്കും, അത്രേ ഉള്ളൂ. സാറേ അപ്പൊ അത് പൂർണ്ണമായിട്ട് നിരോധിച്ചൂടെ? മണ്ടോദരി, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ മദ്യമാണ് നിർത്തലാക്കുന്നതെങ്കിൽ അതിനേക്കാൾ മാരകമായിട്ടുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളാണ് പിന്നെ അവർ കണ്ടെത്തുക. നമുക്കിതൊക്കെ നിയന്ത്രിക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റിന് ഒരു പരിമിതിയുണ്ട്. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾ, ഇത്തരം ആളുകളുടെ ഒരു കൂട്ടായ്മ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ നിവേദനം ഇത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. 1. 2, ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തിയിട്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. അതിനെന്നും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള വീടാണോ ഇതൊക്കെ? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളൂ. മാത്രമേ ഉള്ളൂ. നമസ്കാരം. ആരാ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്. അപ്പൊ പിന്നെ ഞാനെന്താ ആളല്ലേ? അല്ല അതല്ല, ഇവിടെ മക്കളോ ഭാര്യട്ടുണ്ടോ? കാര്യമൊന്നുമില്ല. ഇല്ലേ? ആരുമില്ല. ഇരിക്കി. അച്ഛന്റെ പേരെന്താ? പേരെന്താ? ശീതളൻ. ശീതളൻ. മക്കളൊക്കെയോ? മക്കളൊക്കെ എവിടെയെന്ന്? കല്യാണം കഴിച്ചു പോയി അവരൊക്കെ. പിന്നെ ഇപ്പൊ ഒരുത്തനുള്ള ഇവിടെ ഒരുത്തനുണ്ട്. നല്ല ചുമണ്ടല്ലോ അല്ലേ? നല്ല ചുമണ്ട്. ഞങ്ങൾ വരുമ്പോ കേട്ട് നിങ്ങൾക്ക് ചുമ നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? എനിക്ക് മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ വയസ്സായ ഒരു കുഴക്കൊക്കെ ഒന്ന് ചോലൊക്കെ ചുമക്കും. ഒരു കുഴക്കെ ഉണ്ട്. അച്ഛാ കൊഴപ്പൊന്നുമില്ലല്ലോ? കൊഴപ്പൊന്നുമില്ലല്ലോ ആർക്ക്? അച്ഛന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലേ, ഇവിടെ അകത്ത് ആരുണ്ടെങ്കിലും ഒന്ന് വിളിക്കോ? എന്തിനാ? ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഇവിടെ കാശും പഴമൊന്നുമില്ല. ഇവിടെ കാശും പൈസ ഒന്നും വേണ്ട. ഞങ്ങളേ ഈ രോഗങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒന്ന് വിളിക്കുക ആരെയുണ്ടെങ്കിൽ. എന്താണ് അച്ഛാ? ആരൊക്കെ വന്നു? നമസ്കാരം. നമ്മള് ഹെൽത്ത് എന്നാണ്. നമ്മള് പേര് മൊയ്തു. ഇത് ശ്യാമള വർക്കർ, അല്ല ആശാ വർക്കർ ശ്യാമള. ഞാൻ കണ്ടിട്ടുണ്ട് വഴിയിലൊക്കെ വെച്ച്. മോനല്ലേ? അതെ. നമ്മളേ ഈ രോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ തരാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കണക്കെടുക്കാനൊക്കെ വേണ്ടി വന്നതാ. അപ്പൊ അച്ഛനായിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ. അച്ഛനാകെ ദേഷ്യാണ്. സുഖമില്ലാത്ത ആളാണ്. ഇവരെ ഒരു സർവേക്ക് വന്നതാണ് ആശുപത്രിയിൽ നിന്നേ, പഞ്ചായത്തിന്റെ. നല്ല ചുമണ്ട്. ബീഡി വലിക്കണേന്റെ. ബീഡി വലിക്കോ? 3 പൊതി ബീഡിയെങ്കിലും വലിക്കും ഒരു ദിവസം. ചുമയുണ്ടാന്ന് ചോദിച്ചതാണ്. വീഡിയോ വലിച്ചിട്ടോ? വീഡിയോ വലിച്ചിട്ട് എനിക്ക് ചുമ. 3 ദിവസമായി ഒരു വീഡിയോ വെച്ചിട്ട് ഇതുവരെ ഒരു വീഡിയോ കൊണ്ട് തന്നിട്ടില്ല. എന്തിനാ ഇപ്പൊ ബീഡി വലിക്കണേ? ശ്വാസം മുട്ടൂലേ? ശ്വാസം മുട്ടണോണ്ടാ വീഡിയോ വലിക്കണം. ഈ പ്രായമാകുമ്പോഴേ ബീഡി വലിയൊക്കെ നിർത്തണോ? എത്ര വയസ്സായി? എത്ര വയസ്സായി? ഒരു 40. 65 വയസ്സ്. 65 വയസ്സ്. 70-75 കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞല്ലേ? 19 ആയി. നേരത്തെ കഴിക്കുന്നു, ഇപ്പൊ മേടിച്ചു കൊടുക്കാറില്ല. ഇപ്പൊ ഒന്നും തരില്ല. അത് കേട്ടൂലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ കാണിക്കണ എനിക്കറിഞ്ഞൂടെ? സാറ് ചോദിച്ചോ? അച്ഛനെ ശരീരം വേദന ഉണ്ടോ? ശരീരം വേദന ഉണ്ടോന്ന്? ശരീരം വേദന പിന്നെ ഉണ്ടാവില്ലേ? ശരീരം വേദനയൊക്കെ ഉണ്ട്. ഇവിടെ ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടോ? ഗർഭിണി ഉണ്ടായിരുന്നു ഒരെണ്ണം. അതിനെ വിറ്റു. ഇപ്പൊ ഗർഭിണിയൊന്നുമില്ല. അതിന് വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആളില്ല. ഇവനൊന്നും അതിന് നേരമില്ലല്ലോ.
ഒരു പശുവിന്റെ കാര്യം പറഞ്ഞാണ് അച്ഛൻ. ഒരു പശു ഉണ്ടായി, അതിന് വിറ്റ്. ആള് നിക്കണ അച്ഛാ. അതെ, എന്റെ വീട്ടിലേക്ക് തുപ്പണ്ടേ? അതെ, ഇവിടുത്തെ ആശുപത്രി പോയിട്ടേ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, രക്തം പരിശോധിക്കണം. ചോരാമ തൊട്ടുള്ള കാര്യമൊന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. ഒന്നും വേണ്ട. അച്ഛാ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഡെങ്കിപ്പനി, H1N1 അങ്ങനെ ഒരുപാട് പനികൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക്, ഞങ്ങൾക്കൊന്നും വരില്ല. എന്തിനു വിളിച്ചാലും മരുന്നിന് വരൂല. എന്ത് അസുഖം വന്നാലും ആശുപത്രി പോകൂല പുള്ളി. അതെ, ഈ കൊതുകാണ് ഈ പനി കൂടുതലും പരത്തുന്നത്. നമ്മള് വീട്ടിനടുത്തൊക്കെ ഈ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി കിടക്കണ്ടെങ്കിൽ അതൊക്കെ നമ്മള് മാറ്റിക്കാളണം, തട്ടിത്താളണം. വെള്ളം കെട്ടി കിടക്കാം. ഈ വെള്ളത്തിന്റെ അകത്താണ് കൊതുക് മുട്ടടി. ഈഡിസ് കൊതുക് എന്നുള്ളൊരു കൊതുകുണ്ട്. ഇതാണ് ഈ പനിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പോ വന്ന് കുത്തിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങും. അപ്പൊ നമ്മള് വേഗം പോയി ആശുപത്രിയിൽ പോയി കാണിക്കണം, ഇല്ലെങ്കിൽ ഇടങ്ങറാവും. അപ്പൊ നിങ്ങളെ ഈ ചിരട്ടൊക്കെ ഇവിടെ വന്ന് തട്ടി മറിച്ചിട്ട് നിങ്ങളാണല്ലേ? അത് ഞാൻ ഇവിടെ വന്നപ്പോഴേ എല്ലാത്തിനും വെള്ളം കെട്ടിക്കിടക്കണു, അപ്പൊ മറിച്ചിട്ടതാ. ഇവിടെ വിറക് വരാനുണ്ടായിരുന്നു ഒരു ചാക്ക് ചിരട്ട, എന്നാ തട്ടി മറിച്ച് മരത്തിട്ട്. അച്ഛ അത് അവരല്ല, അത് അമ്മ ഉണക്കാനിട്ടതാണ്. മറക്കിട്ടില്ലല്ലോ, എല്ലാം മഴ ഉണ്ടല്ലോ. കാര്യമൊക്കെ ഉണ്ടാ അച്ഛാ. അപ്പൊ ഇനി വാശിയൊന്നും കാണിക്കരുത്. മോന്റെ കൂടെ ഡോക്ടർ ഒന്ന് പോയി കാണണം, എന്നിട്ട് നമുക്ക് ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അച്ഛാ അപ്പൊ ഇനി പനിയുടെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ട എന്ത് ചെയ്യും? പനി കണ്ട കുറച്ച് കുറുന്തോട്ടിന്റെ വേരൊക്കെ എടുത്ത് കുത്തി ചതച്ച് കുറച്ച് തുളസിയുടെ ഇല എടുക്കും, കുറച്ച് ചുക്കും കുരുമുളകൊക്കെ ഇട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം കൂടെ കുടിക്കും, വലിയ കൂടെ പോകും. ഇതാ സ്വഭാവം. അത്രേ ഉള്ളൂ. അത് മതി. അല്ല സാറേ, ഈ പനി വരാതിരിക്കാൻ വല്ല ഗുളിക്കാൻ വരുന്ന വല്ലതും ഉണ്ടോ? അല്ലോ, മരുന്നും ഗുളിക്കൊന്നും നമ്മളെ ഗെയിമിലില്ല. നമ്മളെ ഗെയിമിൽ ഇപ്പൊ ഉപദേശവും നിർദ്ദേശവും പിന്നെ കണക്കെടുപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഡെങ്കിപ്പനിക്കെതിരെ നമ്മളൊരു ജാഥ നടത്തണം, അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുത്താ പനി വരൂലേ? പനി വരാനല്ല, ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിട്ട് ഒന്ന് പങ്കെടുത്തോണ്ടി. ജാഥക്ക് പോണോന്ന് അച്ഛൻ, അല്ലെ പനി വരുമെന്ന്. ആളില്ല. അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെ. ശരി. നിന്റെ വീട് എവിടെയാ? നിന്റെ വീട് എവിടെ? എന്റെ വീട് ഇവിടെ ഒരു പാടം ഇല്ലേ, ആ പാടത്തിന്റെ അക്കരെ. അക്കരയിലെവിടെ? അവിടെയൊക്കെ അറിയാവോ? എല്ലാം അറിയാം, സാകാല സ്ഥലം അറിയാം. അവിടെ പൊക്കമുള്ള കറുത്തിട്ടൊരു പരമും ഉണ്ടായിരുന്നു. പിറക്കി പരമു. പിറക്കി പരമുന്റെ ആരാ? അച്ഛാ അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയാതെ അങ്ങനെ പിറക്കി പരമുനെ പിന്നെ എന്താ വിളിക്കണത്? നമ്മുടെ പിറക്കി പരമൂന്ന് വിളിക്കണത്. അവര് കശുവണ്ടി പറക്കലായിരുന്നു ജോലി. തോട്ടത്തിലേ കശുവണ്ടി പറക്കലായിരുന്നു അവനെ. ഞാനും ഒക്കെ കുറെ നാള് പോയിട്ടുള്ളത്. അവന് പിറക്കി പരം, അവൻ കുറെ നാള് നിന്നു. പരമുന്റെ മോളാണ്. പരമുന്റെ ഇളയ മോള. ഇളയ മോളെ. അപ്പൊ നീയാണോ ഒളിച്ചോടി പോയത്? ഒളിച്ചോടി പോയതാരാ? എന്റെ ചേച്ചിയാ. ചേച്ചിയാ? നിന്നെ കെട്ടിച്ചോടുത്ത എവിടേക്കാ? എന്നെ പള്ളിക്കരക്ക്. പള്ളിക്കര. പള്ളിക്കര നിങ്ങള് പോയിക്കോന്നാ അച്ഛവാ. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ ഇവിടെ അല്ല, ഞാൻ സിറ്റിയിലാണ്. നമ്മുടെ സിറ്റി. ഇപ്പൊ സിറ്റിയായി. ആദ്യം അക്കൂസിൽ ഇരിക്കാൻ പോകുന്ന സ്ഥലം അത്. ആൾക്കാർ അക്കൂസിൽ ഇരിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പൊ വലിയ വലിയ കെട്ടിടങ്ങളായി സിറ്റിയായി. എവിടെ അത് വെള്ളം എടുത്തേ. വന്ന് കുടിക്ക് വേണമെങ്കിൽ. കുറച്ച് വെള്ളം എടുത്തേരാ. എടുത്തു കുടിക്കുന്ന ഒരു തങ്ങട്ടാ. ഒരു കാര്യത്തിനും വേണ്ട. ഇന്റെ ശ്യാമള വർക്കർ. എന്താ സാറേ എല്ലായിടത്തും ചെന്ന് ശ്യാമള വർക്കർ. അല്ലോ, ആശാ വർക്കറെ. നമ്മൾ ഈ നാനാ വീടുകളിലും പോയിട്ട് ഈ H1N1 ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അണ്ണാക്കിന് വെള്ളം പറ്റില്ല ചെയ്യണപ്പോ. അല്ല സാറേ, നിങ്ങൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർക്ക് എന്താ പനി വരാതിരിക്കാനുള്ള മരുന്നും വന്നവർക്കുള്ള മരുന്നൊക്കെ അതാത് പഞ്ചായത്ത് മെമ്പർമാരെ ഏൽപ്പിച്ചാ പോരെ? നല്ല കഥയായി. കുറുക്കന്റെ കയ്യിലാ കോയിനെ പോറ്റാൻ കൊടുക്കല്? കുറുക്കന്റെ കയ്യിലാണോ കോയിനെ പോറ്റാൻ കൊടുക്കലെന്ന്? ഈ പഞ്ചായത്ത് മെമ്പർമാരെ കൈമേൽ കൊടുത്താലേ ഓരോരോ പാർട്ടിയിലെ ആൾക്കാർക്ക് മാത്രമേ മരുന്ന് കൊടുക്കുള്ളൂ, എതിർ പാർട്ടിക്കാർക്ക് കൊടുക്കൂല. അങ്ങനെയുണ്ട്. ഫോൺ അടിക്കണ്ടല്ലോ. മന്നാൽ സാറാ. സാറേ, അതാ കേറിക്കൊണ്ടിരിക്കുക. 5-8 വീട് കയറി. ഒക്കെ കിട്ടുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആയിക്കോ. നമ്മളെ ആയിക്കോട്ടെ. എന്റെ എല്ലാം ഇതെടുക്കുന്നുണ്ട്. ശരി. അപ്പളേ പനി വന്നോരെ ലിസ്റ്റ്, പനി വരാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ്, പനി വന്നിട്ട്
പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തോരെ ഇത് മൂന്നായിട്ടാണ് എഴുതി വെക്കണമെന്നാണ് മൻമോഹൻ സാർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാ മതി. ഇപ്പൊ ഒരു ഭയങ്കര കർശനൊക്കെ അടുത്തല്ലേ. ഓർക്കാടിയിരുന്ന് പറഞ്ഞാൽ മതി. വെയിൽ കൊണ്ട് നടക്കണം നമ്മളല്ലേ. ഉച്ചക്ക് എവിടെ നിന്ന് കഴിക്കും? നമുക്ക് ആ കുടുംബശ്രീന്റെ ഹോട്ടലിൽ അത് കഴിക്കാം. അച്ഛന്റെ എക്സ്റേ വേണമായിരുന്നു. കാല് നിലത്ത് കുത്തല നോക്കണം. സാറേ ഇതെന്റെ അച്ഛന്റെ എക്സ്റേ അല്ല. എന്റെ അല്ല. അച്ഛന്റെ അല്ലാന്നോ? അല്ല എല്ല് കണ്ടാ മനസ്സിലാവും. അല്ല എല്ല് കണ്ട എങ്ങനെയാണ് മനസ്സിലാവും? എല്ലാവരും എല്ലും ഒരേപോലെ അല്ലേ? അല്ലല്ല എന്റെ അച്ഛന് 4 വിരലേ ഉള്ളൂ. ഇത് 5 വിരലുണ്ട്. ആരോ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ തോന്നല്ല. തെറ്റിപ്പോയി. 4 വിരലേ ഉള്ളോ? 4 വിരലേ അച്ഛനില്ലു. എന്താ അച്ഛന്റെ പേര്? അച്ഛൻ സുമേഷ്. സോറി കേട്ടോ, അത് രാജേഷ് പേര് മാറിയതാ. ഒരു മിനിറ്റ്. കണ്ടത്തെ കേൾക്കുമ്പോ ഒരു വിരലങ്ങോട്ട് പോയി. നീ 4 ഇല്ലു നമുക്കറിയാം. ഏതോ ഇത് എടുത്ത് തന്നിരിപ്പം നോക്കിട്ടെങ്കിലോ. ഒന്നുമോനെ നീ നോക്കണം കേട്ടോ. ഞാൻ നോക്കും. അച്ഛന്റെ അല്ലാണ്. അതെ, ഒരബദ്ധം പറ്റിയത് പുറത്തൊന്നും പറയണ്ട. ഈ തിരക്ക് കാരണം ഇങ്ങനെ ഇത് ഇതാ. ഇതാരതാണ്? സുമേഷ് എന്റെ അച്ഛന്റെ. അതെ. ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇല്ല, അത് മാറാൻ വഴി. ഏത് കാലം എടുത്തിനി? വലത്തെ കാലല്ലേ? വലത്തെ കാലല്ലേ? അതെ. തന്നത് എടുത്തേ കാല്. എടുത്തേ കാലം. എന്ത് പരിപാടിയാണ് ഇത്? ശബ്ദം ഉണ്ടാക്കില്ല, നോക്കട്ടെ. ആരോ കാലിന് മാറി. അതെ, ഒരബദ്ധം പറ്റും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് നെഞ്ഞത്ത് കയറില്ലേ? ഇല്ല, അല്ല പറഞ്ഞു. ഇത് തിരിച്ചു പിടിച്ച് നോക്കണോ. ഇപ്പൊ ഏത് കാല? കണ്ട, ഇങ്ങനെ പിടിച്ച വലത്തെ കാല്, ഇങ്ങനെ തിരിച്ചു പിടിച്ച ഇടത്തെ കാല്. ഇത് ഇങ്ങനെയാ പിടിക്കണ്ടേ? ശരി. അപ്പൊ ഇടത്തേക്കാലിന് അബദ്ധം പറ്റിയാലും തിരിച്ചു പിടിച്ചിട്ട് മാറ്റിയാലും ഒന്ന് കൊണ്ടുപോകുന്നു. ശരി തന്നെ അച്ഛൻ. വീട്ടിൽ ചെന്നാ മാറരുത്. എനക്ക് മാറിപ്പോയാ. വീട്ടിൽ ചെന്ന് മാറിയാലും കുഴപ്പമില്ല. ഡോക്ടറെ കാണിക്കുമ്പോ മാറാഞ്ഞാൽ മതി. അവിടെ അതേപോലെ അല്ല, ബുദ്ധിയുള്ളവരായിരിക്കും. ചെല്ല്. നിലത്ത് കുത്തല്ല. ഹലോ. ഹലോ സാർ. ഉവ്വ് കൊടുത്തിട്ടുണ്ട് സാർ. വന്നുകൊണ്ടിരിക്കുന്നു. കഴിയുന്നത് നേരത്തെ എത്തിക്കാം സാർ. നാളെയോ? നാളെ എത്തിക്കാം. ഓക്കെ സാർ. ഓക്കെ. മോർണിംഗ് വരണം. എന്തായി കാര്യങ്ങളൊക്കെ? 4000 പേർക്കുള്ള സദ്യ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഥമൻ 5 ഇനം, അത് എൻ്റെ ഒരു നിർബന്ധമാണേ. പിന്നെ ഒരു കാറ് തരാമെന്ന് പറഞ്ഞു സാർ. അതിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ. എന്തിന്റെ കാര്യമാണ് സാറ് പറഞ്ഞു വരുന്നത്? എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സാറിന് ഞാൻ ലെറ്റർ തന്നിരുന്നു. ഞാൻ നിങ്ങളുടെ മോന്റെ കല്യാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഓഫീസിന്റെ കാര്യങ്ങൾ എവിടം വരെയായി അത് പറ. നിങ്ങൾ സർവേ നടക്കുന്നുണ്ട് സാർ, റിപ്പോർട്ടായിട്ടില്ല. നിങ്ങൾ സർവേ നടത്തിക്കൊണ്ടിരുന്നാൽ മതിയോ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയോട് വിളിയാണ്. ഇതാ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് സമാധാനം പറയണം? കൊടുക്കാം സാർ. എന്ത് കൊടുക്കണ്? റിപ്പോർട്ട്. എടോ, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിലും H1N1 പനി വന്നവരത്ര, ഡെങ്കിപ്പനി വന്നവരത്ര, തക്കാളിപ്പനി വന്നവരത്ര എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോ മറുപടി പറയണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മന്ത്രി അവിടെ നിന്ന് വയറക്കും. ചിലപ്പോ ബോധം കെട്ട് വീണും മരിച്ചെന്നും വരും.
പിറ്റേ ദിവസം പത്രക്കാർ എഴുതില്ലേ പത്രത്തില്, പനി വന്ന് മന്ത്രി മരിച്ചു. അങ്ങനെ വേണോ? സാർ, നമ്മുടെ ഹെൽത്ത് വർക്കർമാരും ആശാ വർക്കർമാരും എല്ലായിടത്തും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല, റിപ്പോർട്ട് കൊടുക്കണം. അതിന് എത്ര സമയം വേണം അത് പറ. അത് പിന്നെ എനിക്കൊരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ. 1 മണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. സാർ, 10 ദിവസം വേണം. 10 ദിവസോ? താൻ എന്താണ് ഈ പറയുന്നത് മന്മഥൻ? നാളെ റിപ്പോർട്ട് കൊടുക്കാന്ന് ഞാൻ മന്ത്രിക്ക് വാക്ക് കൊടുത്തു പോയി. ഇപ്പം സാർ എന്തിനാണ് ആവശ്യമില്ലാതെ മന്ത്രിക്ക് വാക്ക് കൊടുക്കാൻ പോയെ? പനി വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ റിപ്പോർട്ട് എനിക്ക് ഇന്ന് കിട്ടണം. സാർ, അതിന്റെ ഒരു കൃത്യമായ കണക്ക് എടുക്കണമെങ്കിൽ 10 ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നാ ഒരു ഊഹക്കണക്കെങ്കിലും എടുത്തോണ്ട് പാടോ. ഊഹക്കണക്ക് മതിയോ സാർ? അത് ഞാൻ എടുത്തു തരാം. ഇല്ലെങ്കിൽ മോളും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കാണിക്കണ്ടേ? അല്ലാണ്ട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് കൊതുകിനെ കൊല്ലണം, പരിസരം വൃത്തിയാക്കണം, ചിരട്ട കമുത്തണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പനി വരാതിരിക്കില്ല. കൊതുക് കടിക്കും, പനി വരും, ആളുകൾ ചാവും. മരിച്ച ആളുകളുടെ ലിസ്റ്റും വേണം. അത് ഡെത്ത് രജിസ്റ്ററിൽ നിന്ന് എടുക്കാം. അത് പോരാ, സ്പെഷ്യൽ പനി വന്ന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് മാത്രം മതി. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ചിലപ്പോൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു വരും. ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നറിയുമ്പോൾ ആത്മഹത്യ ചെയ്തവന്റെ ബന്ധുക്കളും ഹാർട്ട് അറ്റാക്ക് വരുന്ന മരിച്ചവന്റെ ബന്ധുക്കളും എല്ലാം കൂടെ വരും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി. ഡെങ്കിപ്പനി വന്ന് മരിച്ചതാണെന്ന് പറഞ്ഞ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് തന്നോട് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് വല്ലതും മണ്ടക്കകത്ത് കയറുന്നുണ്ടോ? എന്ത് എന്നിട്ട് റിപ്പോർട്ട് എവിടെ? അല്ല സാർ, നമുക്കത് ലാബിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാമല്ലോ. ലാബിൽ നിന്ന് എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. പക്ഷെ പറ്റില്ല സാർ. എന്ത് പറ്റില്ലാന്നോ? എന്റെ മുഖത്ത് നോക്കിയാൽ പറ്റില്ല എന്ന് പറയാൻ തനിക്കെന്താ അധികാരം? ഞാൻ ആരാണ് സാർ? ഞാൻ ആരാണ്? ഞാൻ മെഡിക്കൽ സൂപ്രണ്ട് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പറ്റില്ല അല്ല സാർ, പറ്റില്ല. നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഇല്ലല്ലോ ഇവിടെ. അത് ഉള്ളത് തന്നെ നമ്മുടെ സ്ഥിരം നിയമനക്കാരനല്ലല്ലോ, താൽക്കാലിക ജീവനക്കാരനല്ലേ. അയാൾക്ക് സ്വന്തമായിട്ടൊരു ലാബുണ്ട്. അപ്പൊ അയാൾ ഫുൾ ടൈം അവിടെയാ. അയാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ സാറിനോടൊരു 10 ദിവസം വേണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. നാളെ രാവിലെ ഞാനും താനും തമ്മിൽ കണ്ടിരിക്കും. ആ സമയത്ത് എനിക്ക് റിപ്പോർട്ട് ഇവിടെ വേണം. ഇല്ലെങ്കിൽ തന്റെ മോന്റെ കല്യാണം 1 വർഷം കഴിഞ്ഞേ നടക്കൂ. അതെന്താണ് സാർ? അച്ഛന്റെ ആണ്ട് കഴിഞ്ഞേ മകന്റെ കല്യാണം നടത്താവൂ എന്ന് മൊത്തത്തിലൊരു വിശ്വാസമുണ്ട്. ഒരു വക പണിയും ചെയ്യില്ല, ന്യായങ്ങൾ. ഇവിടെ ആരും ഇല്ലല്ലോ അച്ഛാ. ഈ ആസ്പത്രി തുറന്നു വെച്ചിട്ട് ഇവരോടെ പോയേ? സ്ലിപ്പ് തരും. ആർക്കാ എക്സ്റേ എടുക്കണ്ടേ? എക്സ്റേ അല്ല, അച്ഛന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അയ്യോ, അത് ഇവിടെ ഇല്ല, ലാബ് നേരെ അപ്പുറത്താണ്. അതെനിക്കറിയാം, ഞാൻ പോയി അവിടെ ആരും ഇല്ല. അവിടെ അങ്ങനെ ചില സമയത്തൊന്നും ആളുണ്ടാവില്ല. കാലത്ത് വന്നൊക്കെ തുറക്കും, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. ഇവിടെ ടൗണിൽ സ്വന്തമായിട്ടൊരു ലാബ് ഉണ്ട്, അവിടെ ഉണ്ടാവും, പോയാൽ കാണാം. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇവിടുത്തെ കാര്യം ആരും നോക്കണേ? അല്ല, അതിപ്പോ അങ്ങനെ വെട്ടി തുറന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടുത്തെ സ്ഥിരം സ്റ്റാഫല്ല. എന്റെ സാറേ, ഇപ്പൊ ഞാൻ അച്ഛനെ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഡെങ്കിപ്പനി ആണോ എന്നൊരു സംശയമുണ്ട്, പോയി ടെസ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, അതിനിത്ര പേടിക്കുന്നു. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പേടിക്കണേ? അത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പോരെ. ബ്ലഡ് എടുത്തിട്ട് സെറം മാറ്റിയിട്ട് ഡെങ്കു കാർഡ് മേടിക്കുക, എന്നിട്ട് IgGയും IgMഉം ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ കാർഡിൽ ഒരു ലൈൻ ഇങ്ങനെ വരും. ആ ലൈന് വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ഉണ്ട്, ലൈൻ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് ഈ ഡെങ്കു കാർഡ് എവിടുന്ന കിട്ടാ? എന്തിനാ ഡെങ്കു കാർഡ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലാബ് പോയാൽ പോരെ. ഇവയുടെ അപ്പുറത്ത് 6-7 ലാബാണ്, പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിന്റെ ലാബും അവിടെ തന്നെയാണ്. ഇവിടെ ഇതിനൊന്നും സൗകര്യം ഇല്ലെങ്കിലേ ആ ആശാ വർക്കറേയും മൊയ്തു സാറിനെ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അവരൊന്ന് പറഞ്ഞല്ലോ, ചെറിയൊരു തുമ്മല് കണ്ടാ വരെ ഈ ആശുപത്രി വന്നോന്ന്. അല്ല, വരണം, അതാണ് നിയമം. വന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. വന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇതുപോലെ വെറുതെ തിരിച്ചു പോകാനല്ലേ? അത് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ സൗകര്യം ഒന്നും അറിയാണ്ട് അവരവരുടെ നിയമം അങ്ങനെ നടത്തും. ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? കഷ്ടണ്ടാ, നിങ്ങൾ ആ വെയിലും കൊണ്ട് നാട് മുഴുവൻ നടക്കണം. വല്ലതും നടക്കോ? അതുമില്ല. വീട്ടിൽ വന്നില്ല സാറേ, ഒന്ന് ശരിയാക്കി വിട് സാറേ. എന്താ കാരണല്ലേ ഈ പറയുന്നത്? അതിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ ഡോക്ടർ ലിസ്റ്റ് തന്നാൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സ്റേ എടുത്തു തരാൻ പറ്റും. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഒരാൾ കുറച്ചു മുമ്പ് വന്നേ ഉള്ളൂ, കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ഒരു തെറ്റും കൂടാതെ ഞാൻ അവർക്ക് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ദയവ് ഇതൊരു കാര്യം ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഓരോരുത്തരെ വീട്ടിലേക്ക് വിടണുണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണം. വാച്ചാ, എന്തിനാ ഇങ്ങനെ ഇതെല്ലാം വെച്ചുകിടി ഇരിക്കുന്നേ? വയ്യാത്തതല്ലേ, മിണ്ടാ നടക്ക്. ഞാൻ തന്നെ നോക്കാം. സാർ,
നമസ്കാരം സാർ. സാർ സാർ നമസ്കാരം. നമസ്കാരം ആ സാർ, എന്റെ പേര് ശ്യാമള. ആ ഇരിക്കൂ. ഇരിക്കണ്ട സാർ. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയർ ഇട്ടിട്ടുള്ളത്. വേണ്ട, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ. ആ ശരി, പറഞ്ഞോളൂ. സാറേ, ഞാനൊരു ആശാ വർക്കറാണ്. ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ പ്രദേശത്ത് ഓരോ വീടുകളും കയറി ഇറങ്ങി ഞങ്ങൾ പനിക്കെതിരെ ബോധവൽക്കരണം നടത്തി വരികയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പനി ബാധിതരെത്ര, പനിക്ക് സാധ്യതയുള്ളവരെത്ര, അങ്ങനെ പലവിധ കണക്കുകളും ഞങ്ങൾ ശേഖരിച്ച് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. എന്റെ വാക്ക് വിശ്വസിച്ച് ആ കാണുന്ന ആളുകൾ മുഴുവൻ ഇവിടെ ചികിത്സ തേടി വന്നിരുന്നു സാർ. പക്ഷെ അവർക്ക് ആർക്കും ഇവിടുന്ന് ചികിത്സ കിട്ടിയില്ല സാർ. എനിക്ക് ചെവി കേൾക്കാം സാർ. ഇവിടെ ലാബ് ടെക്നീഷ്യൻ ഇല്ല എന്നുള്ള ഉത്തരമാണ് അവർക്ക് കിട്ടിയത്. സാറേ, കാശുള്ളവൻ പുറത്തുള്ള ലാബുകളിൽ പോയി രക്തം പരിശോധിച്ച് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ കാശില്ലാത്തവന്റെ അവസ്ഥ ഇപ്പോഴും പഴയ തന്നെയാണ്. സാറേ, ഒരു കാര്യം കൂടി, എന്തിനാ സാറേ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത്? ഓരോ വീടും കയറി ഇറങ്ങി ഞങ്ങൾ ഇവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ നയിച്ചത് ഇതൊന്നുമല്ല. അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. പേരെന്താ പറഞ്ഞത്? ശ്യാമള. ശ്യാമളെ, ഞാനാണ് മെഡിക്കൽ സൂപ്രണ്ട്. മോളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് വിശദീകരണങ്ങൾ കൊടുക്കേണ്ട ആള് ഞാനാണ്. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് അങ്ങ് പോയാ പോരെ? മതി സാർ. സാറ് പറഞ്ഞത് ഞാനങ്ങ് സമ്മതിച്ചു. പക്ഷെ സാറിനെ പോലുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ശമ്പളം മാത്രം കണ്ടിട്ടല്ല ഞങ്ങൾ ഈ തൊഴിലിന് ഇറങ്ങിയത്. ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാ. സാറിനെ പോലുള്ളവർക്കൊക്കെ എന്തും ആവാം. പക്ഷെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങളിൽ ഇനി ഞങ്ങളെ പോലുള്ള പ്രവർത്തകരെ ബലിയാടാക്കരുത്. അത്രയും പറയാൻ വേണ്ടിയിട്ടാ വന്നത്. വന്ന് ആശാ വർക്കർ അടക്കം മെഡിക്കൽ സൂപ്രണ്ടിനെ തെറി പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ വേറെ എവിടെ നടക്കും? ഇവിടെ നടക്കും. മായം